സ്റ്റേഷനെതിരെ കേരളത്തിൽ ആദ്യം വന്ന റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനയുഗത്തില് എഴുതി വെച്ച ലേഖനം എന്റെ കയ്യിൽ, എന്റെ ആൽബത്തിൽ ഇപ്പോഴുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വേണ്ട. കൊച്ചി വിമാനത്താവളം വരുമ്പോ എന്താ സ്ഥിതി? വിമാനത്താവളം നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ ഇച്ഛാശക്തിയുടെ പ്രതീക. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, ആ വിമാനത്താവളത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ, കരുണാകരനും UP ഗവൺമെന്റും പ്രവർത്തിക്കുമ്പോ അതിനെതിരെ സമരം ചെയ്തവരാ ഈ നാണം കെട്ട കമ്മ്യൂണിസ്റ്റുകൾ. നിങ്ങൾക്കറിയോ, എക്സിബിഷൻ നടക്കുന്നിടത്ത് പോയി 100-200 DYFIക്കാരെയും കൊണ്ട് അന്ന് DYFIയുടെ സെക്രട്ടറി ആ ശർമ്മ മലന്ന് കിടന്നിട്ട് പറഞ്ഞു, എക്സിബിഷൻ വേണോ, എന്റെ നെഞ്ചത്തൂടി എക്സിബിഷൻ നടക്കൂ. ഇവിടെ വിമാനം ഇറങ്ങണോ, എന്റെ നെഞ്ചത്തെ ഇറങ്ങൂ എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറങ്ങിയ ശർമ്മ. ആ ഫോട്ടോ ഒക്കെ എന്റെ ആൽബത്തിൽ ഉണ്ട് കേട്ടോ. ഞാനതൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാ. ആ ശർമ്മ ഇപ്പൊ നെഞ്ചത്തെ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ് ശർമ്മ ഇപ്പടിയ കൊച്ചി വിമാനത്താവളത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായി നാണം കെട്ട ശർമ്മ, നട്ടലില്ലാത്ത ശർമ്മ അവിടെ ഇരുന്ന് വിമാനത്താവളം ഭരിക്കുമ്പോ ഉളുപ്പില്ലായ്മേ നിന്റെ പേരോ കമ്മ്യൂണിസം എന്ന് ആരെങ്കിലും ചോദിച്ച അവരെ കുറ്റം പറയാൻ പറ്റും. നമ്മളെ കണ്ണൂരിലെ കണ്ണൂരിലെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ്, ഞാനും രാഘവനും ആ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമ്പോ എന്താ കുഴപ്പമില്ല, സമരല്ലേ? ആരോർക്കും വേണ്ടാത്ത തരിശുഭൂമി, 400 ഏക്കർ പഴയ നമ്മുടെ കോൺഗ്രസ് നേതാവ് ലെസ്ലി ആറോൺ അദ്ദേഹം സംഭാവന കൊടുത്ത സ്ഥലം, ക്ഷയരോഗ ആശുപത്രിക്ക് വേണ്ടി. ആ സ്ഥലത്ത് പറമ്പം പുല്ല് മുളക്കുന്ന പാറക്കെട്ടും പറമ്പം പുല്ലുക ആ സ്ഥലം മുഴുവൻ. ഒരു മനുഷ്യ ജീവി അതിന്റെ അടുത്തില്ല. അവിടെയാ ഞാൻ മെഡിക്കൽ കോളേജ് സെറ്റപ്പ് ചെയ്തത്. എന്താ സമരം! അതിന്റെ വളരെ ദൂരെയുള്ള വീടുകളിലൊക്കെ അവരൊക്കെ ഈ പുല്ല് പുരമേയാനുള്ള പുല്ലുണ്ടല്ലോ, പറമ്പുല്ല്, അത് പറിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ആ വീട്ടിലൊക്കെ പോയിട്ട് പറഞ്ഞു, ഈ മെഡിക്കൽ കോളേജ് വന്നാ ഇതൊക്കെ പുരമേണ്ടേ, പുല്ല് വേണ്ടേ, പുല്ലുണ്ടാവോ പിന്നെ? അതുകൊണ്ട് നിങ്ങളെല്ലാം നമ്മൾ പുല്ല് സമരം നടത്താൻ പോവുക, നിങ്ങൾ വരണം. ആളെയെല്ലാം കൂട്ടിപ്പോയി പുല്ല് സമരം നടത്തി മെഡിക്കൽ കോളേജിനെതിരെ കണ്ണൂരിൽ. എന്നിട്ട് ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് ഞാനും രാഘവനും പോയി. അന്ന് ഉദ്ഘാടന ദിവസം നിങ്ങൾക്കറിയോ, AR ആന്തുലെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി, കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ ആന്തുലെ കരുണാകരന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടനം. ആന്തുലെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. അവിടെ കണ്ണൂരേക്ക് വരാൻ കണ്ണൂരിൽ നിന്ന് CPMന്റെ സമര, റോഡ് ബ്ലോക്ക് സമരം. പാപ്പിനിശ്ശേരി മുതൽ 18 കിലോമീറ്റർ നീളത്തിൽ റോഡിൽ നീളെ മരക്കുട്ട ഇട്ടതുപോലെ CPMന്റെ പിള്ളേർ കിടക്കുക. ഒരൊറ്റ വണ്ടി വരില്ല. ആന്ധ്ര വരണ്ടേ, കണ്ണൂര് വരണ്ടേ? ഞങ്ങള് രാത്രിയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത്, നാളെ റോഡ് ബ്ലോക്കാണ്. ഞങ്ങൾ ബാംഗ്ലൂര് വിളിച്ചു, ഞങ്ങളെ പ്രൈവറ്റ് വിമാന കമ്പനിക്കാരെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു അടിയന്തരമായി ഒരു ജെറ്റ് വേണം, അങ്ങനെ ഒരു ഹെലികോപ്റ്റർ വേണം. അങ്ങനെ അവർ ഹെലികോപ്റ്റർ രാത്രി കാലിക്കറ്റ് എയർപോർട്ടിൽ ഹെലികോപ്റ്റർ എത്തി. ഞാൻ അടക്കം അവിടെ കാലിക്കറ്റിൽ പോയി ആ ഹെലികോപ്റ്റർ സ്വീകരിച്ച് പിറ്റേന്നാൾ ആ ഹെലികോപ്റ്ററിൽ രാത്രി ഞങ്ങൾ ഹെലിപ്പാഡ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ. എന്നിട്ട് ഞങ്ങൾ രാവിലെ കരുണാകരനെയും ആന്ധ്രയെയും ആ ഹെലികോപ്റ്ററിൽ കയറ്റി പരിയാരം മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട ഞങ്ങൾ ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത്. ആ മെഡിക്കൽ കോളേജിൽ ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. 75,000 രൂപക്ക് 65,000 രൂപക്ക് ഒരു ബ്ലോക്ക് ബൈപ്പാസ് സർജറി നടത്തുന്ന ലോകത്തിലെ ഒറ്റ ആശുപത്രി ഉണ്ടെങ്കിൽ അത് പരിയാര. ആ പരിയാരം നിങ്ങളെല്ലാം കണ്ടില്ലേ? അത് പിടിക്കാൻ നടത്തിയ ഇലക്ഷൻ കണ്ടില്ലേ നിങ്ങളൊക്കെ? പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ഞങ്ങളുടെ കള്ളക്കാർഡുണ്ടാക്കി യഥാർത്ഥ വോട്ടർമാരെ മാറ്റി നിർത്തി നാണം കെട്ട രീതിയിൽ ആ മെഡിക്കൽ കോളേജ് പിടിച്ച് ഉള്ളിപ്പില്ലാതെ ഇന്നവിടെ ഭരിക്കുമ്പോ അതിലും ഭേദം MP രാഘവന്റെ മാലിന്യം ഒന്ന് ഭുജിക്കുന്നതാ നല്ലത് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പരിശോധിക്കണം. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണോ ഉണ്ടോ? എന്റെ രാജ്യത്തൊരു പഴമൊഴിയുണ്ട്, നാണോ മാനോ ഇല്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ച ഓനത് തണല്, കാണുന്നവർക്കൊരു ചേല്. നിങ്ങളുടെ അവസ്ഥ ഈ പദ. എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ UDF ഗവൺമെന്റ് മുനീർ സാഹിബ് വളരെ മുൻകൈയെടുത്ത് എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ഓടിച്ചാടി നടക്കുക. എക്സ്പ്രസ് ഹൈവേ
എന്താ നിങ്ങൾ ഇടതുപക്ഷം പറഞ്ഞത്? എക്സ്പ്രസ് ഹൈവേയോ? അത് രാജ്യത്തെ രണ്ടാക്കി മാറ്റും. വൻമതിലാ വരാൻ പോകുന്നത്. കേക്കുള്ള ഒരു പടിഞ്ഞാറ് കാണൂല, പടിഞ്ഞാറുള്ള ഒരു കേക്ക് കാണൂല. ഈ രാജ്യം അങ്ങനെ രണ്ടായി മാറുക. കേക്കുള്ള പശുവിനെ ഇപ്പുറം കൊണ്ടാന്ന് കെട്ടാൻ കഴിയില്ല, ഇപ്പുറത്തെ പശുവിനെ അപ്പുറം കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഹൈവേ വേണ്ട, എക്സ്പ്രസ് ഹൈവേ വേണ്ട. ഇപ്പൊ എന്തായി നാണം കെട്ടോര് പറയുന്നത്? ഹൈവേ ഒന്നും വേണ്ട, പക്ഷെ റോഡ് വേണം. തെക്ക് വടക്കായിക്കോട്ടെ, തെക്ക് വടക്കായിക്കോട്ടെ. ഇങ്ങനെ ഒരു വർഗമുണ്ടോ? ഉണ്ടോ? പ്രീ ഡിഗ്രി ഞങ്ങള് പ്രീ ഡിഗ്രി ബോർഡ് സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച ഏറ്റവും വിപ്ലവകരമായ മാറ്റത്തിൽ ഒന്നാണ് പ്രീ ഡിഗ്രി. ആ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്ത് അധികാരം കിട്ടിയപ്പോ പ്രീ ഡിഗ്രി ബോർഡെന്ന് മാറ്റി +2 ആക്കി. അതിന്റെ അവരായി ഞങ്ങളെ ഭാവനയിലും ഞങ്ങളെ ബുദ്ധിയിലും വരാത്ത ഏത് വികസനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ജന്മം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാവാറുണ്ട്. ഷണ്ടന്മാർ എന്നാണ് നമ്മൾ പറയാവരെ. അവർക്ക് ഉൽപാദന ശേഷിയില്ല. ഉൽപാദന ശേഷിയില്ലാത്തൊരു ഒരു അപകടമുണ്ട്. കാണുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോൾ വെറുതെ പൊക്കച്ചം പറയും. അറിയോ? അത് ഞാൻ ഷണ്ടനാണ്, എനിക്ക് ശേഷിയില്ല എന്ന് ജനങ്ങൾ അറിയാതിരിക്കാൻ ഞാൻ വീണ്ടൊരു രാജാവാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. എന്തേ ഞാനൊന്നും അതുപോലെ ഷണ്ടൻ. ആരാ ഒരു കഥാപാത്രം? ഏതാ നാടകം? എട്ടുകാലി മമ്മൂഞ്ഞി. എട്ടുകാലി മമ്മൂഞ്ഞിയിലെ കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞിയെ പോലെ ഈ രാജ്യത്തെ വികസന രംഗത്ത് നിങ്ങൾ ആണും പെണ്ണുമല്ലാത്ത വർഗമാണ്. നിങ്ങൾക്ക് ഇതിനൊന്നും. പിന്നെ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ പാർട്ടിക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. നിങ്ങളെ ആളുകൾ നിങ്ങളെ വിലയിരുത്തി.